ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊരു സിനിമ കണ്ടു, ആ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് കണ്ട സിനിമയാണ് ഏ വദൻ മേരെ വദൻ എന്നാണ് സിനിമയുടെ പേര്. ഇന്ന് റിലീസ് ചെയ്ത സിനിമയായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്ന് റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ ഏ വദൻ മേരെ വദൻ എന്ന് പറഞ്ഞ സിനിമയാണ്. റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഡ്രാമ ബയോഗ്രാഫിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി മൂവിയാണ്. ഓക്കെ, അപ്പം അടുത്ത സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റോഡ് ഹൗസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു സീരീസാണ് 3 ബോഡി പ്രോബ്ലം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഡ്രാമ, മിസ്റ്ററി, സയൻസ് ഫിക്ഷൻ, ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിലും ഈ 2 ഭാഷകളായിട്ടാണ് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. 8 എപ്പിസോഡുകളാണെന്ന ഫസ്റ്റ് സീസണാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഹിന്ദിയിൽ നിന്ന് റിലീസ് ചെയ്ത ഫൈറ്റർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഹൃതിക് റോഷനും ദീപിക പദുക്കോണും പ്രധാന വേഷം കൈകാര്യം ചെയ്ത് സിദ്ധാർത്ഥാണ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ അത്യാവശ്യം 300 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയായിരുന്നു ഈ ഒരു സിനിമ. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. പലരും ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേഷം വരും എന്നുള്ള പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ നമ്മുടെ മമ്മുക്ക ക്യാമിയോ റോളിൽ വന്ന ജീവ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് മൂവിയായിരുന്നു യാത്ര 2 എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് ആമസോൺ പ്രൈമിൻ്റെ ആയിരുന്നു. അപ്പോൾ തെലുങ്ക് ഭാഷയിൽ ഈ ഒരു സിനിമ പിന്നെ ഏപ്രിൽ മാസത്തിൽ റിലീസ് ചെയ്യുന്നുള്ള ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ എന്താ പറയുക, ഇലക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തെലുങ്ക് ഭാഷയിൽ ഈ ഒരു സിനിമ എന്തൊക്കെയോ ബിസിനസ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ലേറ്റ് ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും ഏപ്രിൽ മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇലക്ഷന് മുമ്പായിട്ട് തന്നെ ഈ സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഹിന്ദി മൂവിയാണ്. യോദ്ധ എന്നാണ് സിനിമയുടെ പേര്. സിദ്ധാർത്ഥ് മൽഹോത്ര പ്രധാന വേഷം കൈകാര്യം ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് യോദ്ധ എന്ന സിനിമ. ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ മെയ് മാസം പകുതിയോടുകൂടി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് നോക്കാം. അതായത് മാർച്ച് മാസം 22-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളാണ്. അതിലൊന്നാമത്തെ സിനിമ ഒരു എന്താ പറയുക, ഒരു തെലുങ്ക് മൂവിയാണ്. ഭൂതാടം ഭാസ്കർ നാരായണ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത് ഒരു പിന്നെ തെലുങ്ക് സിനിമ തന്നെയാണ്. മിക്സപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ ഒരു സിനിമയുടെ തെലുങ്ക് വേഷം റിലീസ് ചെയ്തതാണ് ആഹാ തെലുങ്ക് വഴി. ഇപ്പോൾ ഈ ഒരു ദിവസം ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഒരു എറോട്ടിക് റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. വിത്തൈക്കാരൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്തത് ഒരു സീരീസാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സീരീസാണ്. ഹിന്ദി സീരീസാണ്. ലുട്ടേര എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി വേറെ സിനിമകൾ ചിലപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഏതെങ്കിലും സർപ്രൈസ് റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ആമസോൺ പ്രൈമിൽ. സാധാരണ വെള്ളിയാഴ്ചകളിലൊക്കെ റിലീസ് ചെയ്യാറുണ്ട്. ഇന്നലെയും പറഞ്ഞിരുന്നു ചിലപ്പോൾ പ്രതീക്ഷിക്കാമെന്നുള്ളത്. ഇന്നലെ ഉടൽ എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു. ഉടൽ എന്ന് പറഞ്ഞ സിനിമ സൈനാപ്ലയിലായിരുന്നു റിലീസ് ചെയ്തത്. ആമസോൺ പ്രൈമിൽ ഇന്നലെ റിലീസ് ചെയ്തു. ഏതെങ്കിലും സിനിമകൾ വരാം, നമുക്ക് എന്താ പറയുക, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. ഏതെങ്കിലും സിനിമ, ഏതെങ്കിലും മലയാളം സിനിമകൾ, തമിഴ് സിനിമയൊക്കെ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും